ഞാനുണ്ട്. എന്തായിരുന്നു അവിടെ? ഒന്നുമില്ല. ആ സൂപ്പറിന് അവന്റെ സങ്കടം പറയായിരുന്നു. യമഹ ഒരെണ്ണം കൊടുത്തിട്ട് അടയ്ക്കാൻ കാശില്ല പാവത്തിന്റെ. കിട്ടുമ്പോ തന്നാ മതി, ജോലിക്ക് പോകാൻ പറഞ്ഞു. അല്ലാണ്ട് എന്ത് പറയാനാ? അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ. ഞാനിപ്പോ പഴയ പോലെ അല്ല. വഴക്കും വക്കാണും ഒക്കെ മടുത്ത് ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ. കുമാരേട്ടൻ പുതിയ വള്ളം പണിയാൻ പോണെന്ന് കേട്ടില്ല. നേരോ? കാട്ടിന്ന് ചീനിമരം പുഴ കടത്തി ഇന്നലെയാ കൊണ്ടുവന്നത്. ഇനി പണി തുടങ്ങാനുള്ള മാലിപ്പുര കെട്ടണം. മാലുവിന്റെ അച്ഛനെ കണ്ട് വള്ളം പണി തുടങ്ങാനുള്ള ദിവസവും പൂജ നിശ്ചയിക്കണം. അങ്ങനെ ഒരുപാട് ജോലി കിടക്കുകയാണ്. കുമാരേട്ടന്റെ കാശുള്ള പ്രമാണിന്ന് എല്ലാരും പറയണേ. അങ്ങനൊന്നുമില്ല. കടലമ്മ തരണത് കൈനീട്ടി വാങ്ങണ്ടെന്ന് മാത്രം. അല്ലാണ്ട് എന്താ? അതെ, ടൗണിൽ പോയപ്പോ ചുമ്മാ വാങ്ങിയതാ. കൊള്ളാല്ല. ഇഷ്ടായെങ്കി മാലു എടുത്തോ. കുമാരേട്ടനല്ലേ തരണേ. എനിക്കൊന്നും വേണ്ട. അച്ഛനറിഞ്ഞ കൊല്ലും. നീ കണ്ണിക്കണ്ട ചെക്കന്മാരോട് വർത്താനം പറഞ്ഞിട്ട് വേഗം പറഞ്ഞോ. മണ്ണെണ്ണ തീർന്നാ പിന്നെ വിളക്കത്തിലുണ്ടാവില്ല. നിനക്കെന്താടാ ഇന്നിത്ര ഗമ? ഇന്നിത്തിരി ഗമ കൂടുതലാ. നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്നെ കാണുമ്പോ കളിയാക്കൽ ഇത്തിരി കൂടുണ്ട് കേട്ടോ. ഒക്കെ പോവാലമാരാ വൃത്തിട്ടോമാര്. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചുട്ടു കൊടുക്കും ഞാൻ. മാലൂട്ടി വാടി വേഗം വലിക്കപ്പാ. അതെ, ഒന്ന് കാണണോട്ടാ. ഇപ്പൊ കണ്ടില്ലേ? നീ കാണുമ്പോ കാണാ. കണ്ടിട്ടെന്തിനാ? പണ്ട് കാത് കുത്തിയ പോലെ ഞാൻ മൂക്കു തന്നെ ആയിരിക്കും. ആ സാധനത്തിന് അധികം സ്നേഹിക്കാനും കൊള്ളില്ല, വെറുപ്പിക്കാനും കൊള്ളില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ദീപം 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 കിട്ടുക കൊല്ലും ഞാൻ. ദീപം ദീപം കയ്യിൽ സന്ധ്യാദീപം. അയ്യടാ, സിനിമ പാട്ട് നേറി. ദീപം കാറ്റ് വന്ന് കിടത്തിയ പിന്നെ കത്തിക്കില്ലട്ടെ മുത്തശ്ശി. ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപ്പെട്ടി തീർന്നേ. മുത്തശ്ശി പറഞ്ഞ കേൾക്കണ കാറ്റും കടല്ലോ അല്ലേ? കാറ്റിനോട് പറയാൻ മാറി നിൽക്കാൻ. അല്ലെങ്കിൽ ഞാൻ ഈ തറ മാതി പൊളിക്കും. മുത്തശ്ശി രാത്രി വന്ന് പേടിക്കില്ലേ? എടാ, മുത്തശ്ശിയുടെ കിന്നാരം പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി വെള്ളം കോരിയിട്ടെ. അയ്യടാ, തുണി അലക്കഴിഞ്ഞൊന്നും നടന്നു വൃത്തിയുള്ളൂ. ഇനി ഒരു വെള്ളം കോരല്. എനിക്കും വേണ്ട ഒരു റെസ്റ്റ്. എന്നെ കെട്ടിച്ചുവിട്ട് കഴിഞ്ഞാൽ അമ്മ തന്നെ ഈ പണിയൊക്കെ ചെയ്യണ്ടേ? തന്നെത്താൻ ചെയ്തങ്ങോട്ട് പടി. സരസു, സുമതി, നിങ്ങ പറഞ്ഞിട്ടോ? പാവാട പൊക്കി പിടിക്കണ്ട. പാലത്തിന്റെ അടിയിലെ വെള്ളം പിച്ചു വെച്ചല്ലോ. മുട്ടി അവിടെ കിടക്കരുത്. എടാ, ഈ രാത്രി നീ എവിടെ തുള്ളാൻ പോവാ? തൊറയിലാശന്റെ വീട്ടില്. ഇത്തിരി നേരം സീരിയലുണ്ട്, കരയാനാ. പോടി. നിക്കടാ അവിടെ. എന്താ? ഞാനും വരുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ്സിൽ ജോസൂട്ടി ഒരു വാലടച്ചിരിക്കുക. ലീലാമ്മ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അവൾ ഭർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചോളാം. ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ എങ്ങനെ ജീവിക്കൂടി? എടി ചരളെ, നീ ഇന്ന് പൗണ്ടർ ഇട്ടില്ലേ? നല്ല മീന്റെ മണം ഉണ്ടല്ലോ. എന്തൊരു നാറ്റാ. എടി, കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാ, അല്ലാണ്ട് മീൻ വാസനയല്ല. നിനക്ക് നല്ല മീനാറ്റുണ്ടല്ലോ. സൈലൻസ്. എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെ ഒന്നും മിണ്ടാതിരിക്കോ? അകത്തൊരു പൂജ നടക്കുന്നറിയില്ലേ സാധനങ്ങളെ? പൂച്ചയോ? പൂച്ചല്ല, പൂജ. ദീപം 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 ദീപം. ദേവി, എന്താണ് കുമാര? ആശാൻ പറഞ്ഞ പോലെ സംഭവിച്ചു. കുംഭത്തിന് മുമ്പ് ഒരു വള്ളത്തിന് കൂടി തടിയെടുക്കുമെന്ന് പറഞ്ഞില്ലേ? തടിയെടുത്തു. പണി തുടങ്ങാനുള്ള മാലിപ്പുരം കെട്ടി. അപ്പോ വള്ളങ്ങൾ 6 ആയി അല്ലേ? വള്ളപ്പണി തുടങ്ങുന്ന ദിവസം പതിവ് പോലെ പൂജയും സദ്യയും ഒക്കെ വേണം. ചെത്തിക്കൂട്ടാൻ കുറഞ്ഞത് 120 അച്ചെങ്കിലും വേണ്ടി വരും. 4 പേര് നിന്ന് പണിയട്ടെ. പണി വേഗം തരും. ഇവരുടെ വള്ളത്തെ മാത്രം മീൻ കയറണില്ലെന്നാ പറയണേ. മീൻ കയറണമെങ്കിൽ ആദ്യം കടലറിയണം. കടലിന്റെ നിറവ്യത്യാസങ്ങൾ അറിയണം. കാറ്റിന്റെ ഒഴുക്കിന്റെ ലക്ഷണം നോക്കി വള്ളമറക്കണം. നാളെ ദേവിക്കൊരു വെള്ളിവിളക്ക് നേർന്നിട്ട് വള്ളമറക്കിക്കോ. ഒക്കെ നേരെയാവും. ഇനി ആരെങ്കിലും ദേവി രക്ഷിക്കണേ. ഇനി എല്ലാവരും ഇരുന്നു. ഇവിടെ മലയോടി ഇരുന്നു. സൂര്യപുത്രി താമരപ്പൂ മാലയിട്ടു
അങ്ങനെ വത്സമ്മ കാരനോട് സുധാകരനെ ആത്മഹത്യ ചെയ്തു. ആ ലോറൻസ് എത്തിയല്ല. അല്ല ദിവാര, കാലാവധിയൊക്കെ തീർന്നു കിട്ടി. പറഞ്ഞിട്ട് കുറച്ച് പരിപ്പോട് പഞ്ചെടുത്തു. എന്താണ് വീട്ടിലെ സുഖല്ലേ? ഞാൻ സേലത്ത് ഉണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ ടൗണിലൊന്ന് നിർത്തിയതാ. ദിവാകരേട്ടൻ വണ്ടിയെ വന്ന് ഇറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ. ശരി, ദിവാര ചായ. ഞാൻ വീട്ടിലേക്കല്ലേ. അതെ, ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടിയതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ ദിവാകരൻ ഭാസ്കരന്റെ ഭാര്യയായിട്ട് വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. ആരെയും കിട്ടിയില്ലെങ്കിൽ ഭാര്യയെ കുറിച്ച് അതൊക്കെ പറ്റില്ല. ഇങ്ങനെ അന്തപ്പെട്ട് നോക്കണത്? ലീവ് എടുത്ത് പോന്നതാണോ? ലീവാ? കരള മരള അങ്ങനെ ഏതാണ്ടുണ്ടല്ലോ. കിടപ്പ് തീർന്നിട്ട് പോന്ന. അപ്പ ഇനി പോവണ്ട. കണരട്ടാ, കാത്തു, നമ്മുടെ ആള് വന്നേട്ടാ. ആരാണ് ശാന്തമ്മോ? നമ്മുടെ ആള് ജയിലിൽ ചാടി. എടി പൊട്ട പോയിട്ട് ചാടി എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്. നിന്റെ മട്ടുപാവം കണ്ട ഞാനേതാണ്ട് ഗൾഫിൽ നിന്ന് വന്ന പോലെ ഉണ്ടല്ലോ. പരിപ്പോടെയാണ്. അല്ല, ഇതെപ്പോ നീ പറഞ്ഞ കാര്യം പറഞ്ഞു കേട്ടില്ലല്ലോ. പോന്ന് കേറിയാണ്. അതെ എടാ, നീ ഇല്ലാണ്ടായപ്പോ എന്റെ ഒരു വശം പൊളിഞ്ഞ പോലെ ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി. ദിവാകരന്റെ വള്ളത്തെ ഇറങ്ങിയ പിന്നെ നേരെ ചൊവ്വ ഇത് ഞാൻ കടല് കണ്ടിട്ടില്ല. എന്ന് സൂക്കേടാ. നിനക്കായിരിക്കും. അതൊക്കെ നമുക്കിനി ഉഷാറാക്കല്ലേ ചേട്ടാ. പിന്നെ അവനെവിടെ? രാധ? പറ്റില്ല രാധ, ചവിട്ടി ഞാൻ കണ്ടതാ. ചവിട്ടി നിന്റെ കച്ചന്മാരാ. അതെപ്പോഴും ഇങ്ങനെ ഒടുക്കത്തെ കളകുല. പിന്നെ ആദ്യം ഊതി പേത്താൻ കളിക്കാം. ഇനി എന്റെ കളിയാ. അയ്യടാ, മാഷ് കളിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ കളിച്ചാൽ മതി. വലിയ ആളായി പോയി. ഡേറ്റു. രാധേ രാധേ, രാധയുടെ അച്ഛൻ വന്നു. ആ രാധ വന്നല്ല. വേഗം പാടി. റെഡിയല്ലേ? ഇവനെന്താടി ഇത്രയും വലുതായിട്ട് ഈ കോളേജിൽ തന്നെയാണോ? വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. ഇവൻ ഏത് വള്ളത്തിലാ കേറണത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വള്ളത്തിലും കയറും. പക്ഷെ കരയിലിരിക്കുമ്പോഴാന്ന് മാത്രം. കടലിൽ പോണവന് പേടിയാ. പേടിയുണ്ടൊന്നുമല്ല, ഉപ്പുവെള്ളത്തിൽ ഇറങ്ങിയ എന്റെ ക്യൂട്ടസ് പോവും. എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കണ്ട്, ഡാൻസ് പഠിപ്പിച്ചിട്ട്. 12 കുട്ടികളുണ്ട്. എന്താടി കേക്കണത്? തൊഴയും പങ്കായി എടുത്തു കൊടുക്കേണ്ട സമയം ഇവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഈ ഞാൻ. ചളിനെ ചവിട്ടിക്കൂട്ടി കടലിലെറിഞ്ഞാൻ. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. വെറുതെ അല്ലേ സാധനത്തിന് പിടിച്ച് ജയിലിട്ടത്. അവൻ വലിയ ദേഷ്യക്കാരനാ, നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ദേ, അച്ഛൻ മോനും വാങ്ങിച്ചോണ്ടൊന്ന് പരിപ്പോടാ. കൊണ്ടുവന്ന ആളെ നിങ്ങടെ തിന്നാ മതി. പണിയെടുക്കുന്ന കാശിന് ഞാൻ അസൽ കാഡ്ബർസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. മുളക് തിന്ന് ചോര തൂറാനേ വേറെ ആളെ നോക്കിയാൽ മതി. മുണ്ടില്ലേ ഞാൻ? കണ്ടോ, അവൻ പിണങ്ങി. നീയേ അവനെ കാണാണ്ടിരുന്ന് കണ്ടട്ടാ. നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൺകൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും. അതാ ഇങ്ങനെ രണ്ടും പപ്പാതിയായി പോയത്. എനിക്ക് വയറ് ഭയങ്കര എരിച്ചില്. എന്താണാവോ? നീ ഇച്ചിരി കഞ്ഞികളോട് തോറ്റേ. ആ വാ, പിള്ളേരെ വീട്ടിൽ പോ, വീട്ടിൽ പോകാം. നടക്കടി അങ്ങാട്ട്. നടക്കേല്ലേ?
ഒന്ന് വേഗം ആവട്ടടാ. തുണ ഓടിക്ക് നിൽക്കേ. അതങ്ങാട്ട് വലിച്ചു കെട്ടണ്ട പുഷ്കര. കുമാരേട്ടാ വന്ന ആരാണെന്ന് നോക്കി. കുമാരേട്ടന്റെ അച്ഛനെ തീർത്ത് കളഞ്ഞ ആളാ. ഒന്ന് തന്നെ തനിക്കെന്നെ മനസ്സിലായ? എവിടെ മനസ്സിലാകാൻ, അന്ന് 13-14 വയസ്സ്. ഇപ്പൊ വളർന്ന് മോറൊക്കെ അങ്ങാട്ട് മാറിയില്ലേ. പണ്ടത്തെ തന്റെ പരാക്രമത്തിൽ ചത്തത് എന്റെ അച്ഛനാ. കുമാരൻ. ഓർമ്മയുണ്ട്, ഞാൻ വളർന്നപ്പോ ഞാൻ അറിയാതെ എന്നെ കുറുമ്പും അങ്ങാട്ട് വളർന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻ കുമാരനാ വിളിക്കണത്. എനിക്കും അവള് ഇഷ്ടമാണ്. കൊമ്പനല്ലേ, പിടിയല്ലല്ലേ. മോനെ ഞാൻ മോനോടെ വീട്ടിലുണ്ട്, രാധാകൃഷ്ണൻ. ഇത് നിങ്ങ തല്ലിക്കൊന്നവന്റെ വിത്താ, പടുമുളയാ. എന്നോട് വലിയ ലോഹ്യൊന്നും കാട്ടണ്ട. നിങ്ങൾക്കറിയോ, അച്ഛനില്ലാണ്ടായപ്പോ ഞങ്ങ പട്ടിണിയായി. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴു പട്ടിണി. അത് സഹിക്കാണ്ടായപ്പോ അമ്മ എന്നെ കളഞ്ഞിട്ട് ഒരു വരുത്തന്റെ കൂടെ പൊറുതിക്ക് പോയി. എന്നിട്ടും കുമാരനീ തുറവിട്ട് പോയില്ല. വള്ളത്തേന്ന് മീൻ വാരിയും തമ്മിത്തല്ലി അങ്ങ് വളർന്ന്. എന്തിനാണെന്നാ, എന്നെങ്കിലും ഒരിക്കൽ തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിൽക്കാൻ. ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം. പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല. താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് നീറി ചാകണം. അത് കണ്ടാലേ കുമാരന്റെ ഉള്ളും തണുക്കൂ. മോനെ അന്നൊരു കയ്യബദ്ധം. എന്നെ ഭ്രാന്ത് കെട്ടാതെ വേഗം പോടോ. നോക്കി നിൽക്കാണ്ട് പണിയെടുക്കണം പണികളെ. ആടായിട്ട് ജനിച്ച മതിയായിരുന്നു, വെറുതെ തിന്നോണ്ട് നടക്കാലോ. അയ്യോ വേണ്ട, മുട്ടനാട് കണ്ട കുഴപ്പമില്ല. എന്താടോ ഒന്ന് നിന്നേ. എന്താ നീ ചാണാത്തി കൈ കുത്തി വീണ? പോവാസത്തെ ഇത് മൈലാഞ്ചിട്ടതാ. നിന്നെ ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയോ? എന്തിനാ ടൗണിൽ പോണ്ട? എനിക്കൊന്നും വാങ്ങിക്കാനില്ല. ക്യൂട്ടസും കുങ്ങമ്മൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിരിപ്പട്ടെ. പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടോ. പക്ഷെ ഞാനത് കുങ്ങമ്മ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. കാശൊക്കെ പാളീസായിട്ടിരിക്കുക ലോറൻസേ. ഇനി 10ന്റെ പൈസ കിട്ടണമെങ്കിൽ അടുത്ത യുവജനോത്സവം വരണം. എന്താ ആട് കൊണ്ടുപോയതാ. അതെ, നീ എനിക്കൊരു സഹായം ചെയ്യൂ. എന്താ? നീ ദേഷ്യപ്പെടരുത്. നീ ആരും കാണാതെ ഈ കത്ത് സരളയ്ക്കൊന്ന് കൊടുക്കണം. അത് ശരി. അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാ. കൊറേ കാലമായി സരള കാണുമ്പോ ലോറൻസിന് ഒരു ചോര കൂടി. മനസ്സിലിപ്പോ ഇതായിരുന്നല്ലേ. ലോറൻസിന് അത്രയ്ക്ക് വിഷമാണെങ്കിൽ സരളെ കാണുമ്പോ നേരിട്ട് എന്നോട് പറഞ്ഞൂടെ? എന്ത് രാധേ, പ്രേമാണെങ്കിൽ പ്രേമെന്ന് പറഞ്ഞൂടെ മൂക്കറഞ്ചിക്ക്? അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അത് ശരി. അപ്പൊ ചാള കരച്ചട്ടിലായി. ഇനിയിപ്പോ എന്താ മതി? ലവ് ലെറ്ററൊക്കെ ഞാൻ കൊടുക്കാം. പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്യണം. ഞാൻ വഞ്ചിക്കും. നീ വഞ്ചിക്ക് പോകില്ലെന്നാ? എടാ ചതിക്കില്ലെന്ന്. നീയാണ് സത്യം. ശരി, എന്റെ കൈ ഒഴിയൂല. ഈ എളിയിലേക്ക് വെച്ചോ. ഇവിടെ ആളത്ര വെടിപ്പല്ലല്ല. അവളെയൊന്നും വഞ്ചിച്ചക്കല്ലേ ദുഷ്ട. സരളയുടെ കാര്യം ഓർത്തിട്ടല്ല. എന്റെ തല പൊട്ടി തെറിച്ചു പോകും. അവന്റെ ഒടുക്കത്തെ ഒരു സത്യപ്രതിജ്ഞ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ലോറൻസേ, സരളയുടെ വീട്ടിലെ ദഹനക്കേട് കൊണ്ട് പോലും ഒരു ഛർദി ഉണ്ടാവരുത്. ലോറൻസ് പോ. വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ലവാന്ന് വിചാരിക്കും. ലോറൻസ് പോ. അമ്മിണി മോൾട്ട് ചെയ്യാലേ ഇന്നോടി. തെങ്ങും പറിച്ചോണ്ട് ഓടലട്ടമ്മണി. എന്നിട്ട് കുമാരേട്ടൻ എന്ത് ചെയ്തു? ഞാൻ അവനിട്ട് നല്ല പെട വിളിച്ചു. അതേതായാലും നന്നായി. ഓ യമഹയായിരുന്നാ? ഞാൻ വിചാരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ വന്ന്. ഈശ്വരാ, ഇതെന്താ തടാകോ? ഷോ, ആര് കണ്ടില്ല. ഓ, അപ്പില് ചവിട്ടിയ പോലെയായി. പ്രിയ സഖി ഗംഗേ പയറു പറയൂ. അല്ല